കേരളത്തിൽ നരേന്ദ്രമോദി വന്ന് പ്രസംഗിക്കുമ്പോൾ ഇവിടെ BJP 2 അക്കം കടക്കും എന്ന് പ്രസംഗിക്കുന്നു. 2 അക്കം കടക്കോ ഇല്ല എന്നുള്ളത് BJPക്കാർക്ക് പോലും വലിയ ബോധ്യമില്ല. BJPയിലെ നേതാക്കന്മാർ പോലും അത്രയും എണ്ണം പറയുന്നില്ല. പക്ഷെ മോദി അങ്ങനെ ഉറപ്പിച്ചു പറയുമ്പോൾ EP ജയരാജൻ LDFന്റെ കൺവീനർ പറയാണ് BJPയുടെ കാൻഡിഡേറ്റ്സ് എല്ലാം മിടുക്കന്മാരാണ്, നല്ല കാൻഡിഡേറ്റ്സ് ആണ്, BJPയും LDFും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞാൽ അത് BJPക്ക് കുറെ കൂടി ഒരു അപ്പർ ഹാൻഡ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു എൻഡോഴ്സ്മെന്റ് ആയിട്ടാണ് കാണാൻ പറ്റുക. 2 പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് രാഹുൽ ഗാന്ധി CAAക്കെതിരെ പാർലമെന്റിനകത്തോ പുറത്തോ യാതൊന്നും വേണ്ടിയിട്ടില്ല, കോൺഗ്രസിന്റെ MP-മാർ CAA നിയമം പാസ്സാക്കിയ സമയത്ത് ഇടപെട്ടില്ല, മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വിരുന്നിന് പോയി എന്ന് പറയുന്നത് ഇതും ഒരു തരത്തിൽ BJPക്ക് അനുകൂലമായിട്ട് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് കോൺഗ്രസ് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, BJPയും CPM-ഉം തമ്മിലാണ് മത്സരം എന്ന് EP ജയരാജൻ പറയുന്നതിനെ പറഞ്ഞു വയ്ക്കുക തന്നെയാണ് പിണറായി വിജയനും ചെയ്യുന്നത്. അതിനുശേഷം ഇവർ ഒരു തീരുമാനം എടുക്കുകയാണ്. CPIയുടെയും CPM-ന്റെ നേതൃത്വം ന്യായ് യാത്രയുടെ സമാപനത്തിൽ പങ്കെടുക്കുന്നില്ല. അതിനവർ പറയുന്നത് ആനി രാജയ്ക്കെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, KC വേണുഗോപാൽ ആരിഫിനെതിരെ മത്സരിക്കുന്നു എന്നാണ്. ആനി രാജ രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റിൽ വന്നാണ് മത്സരിക്കുന്നത്. അത് വേറൊരു തർക്ക വിഷയമായതുകൊണ്ട് അത് ഞാൻ പരാമർശിക്കുന്നില്ല. പക്ഷേ LDF കൺവീനർ EP ജയരാജൻ BJPയോടാണ് ഞങ്ങൾക്ക് മത്സരം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള മുഴുവൻ CPM-കാർക്ക് പോലും ബോധ്യമുണ്ട് ഇവിടെ കോൺഗ്രസ് ആണ് പ്രധാനപ്പെട്ട കക്ഷി. CPM-ഉം കോൺഗ്രസും LDFും കോൺഗ്രസും തമ്മിലാണ്, UDFും കോൺഗ്രസും തമ്മിലാണ് മത്സരമെന്ന് ആർക്കും ബോധ്യമുള്ളതാണ്. അപ്പോൾ BJPയെ അവർ അർഹിക്കുന്നതിനേക്കാൾ വലിയൊരു പ്രാധാന്യം നൽകി പ്രതിഷ്ഠിക്കുന്നത് LDFന്റെ കൺവീനറാണ്. ഇന്ന് ബിനോയ് വിശ്വം എന്ന് പറഞ്ഞാൽ CPI LDFിലെ 2ാമത്തെ കക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു അത് LDFന്റെ നയമല്ല എന്ന്. LDF കൺവീനർ പറയുന്നത് LDFന്റെ നയമല്ല എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ പിന്നെ ഒരു നിമിഷം പോലും ആ LDF കൺവീനർക്ക് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അതേ നിലപാട് തന്നെ തള്ളിപ്പറയുന്നു. പിണറായി വിജയനും ഇന്ന് തിരുത്തുന്നു. അതിന്റെ അർത്ഥം എന്താ? LDFനെ നയിക്കുന്ന ആള് പിണറായി വിജയനോ MV ഗോവിന്ദനോ ബിനോയ് വിശ്വമോ അല്ല. LDFനെ നയിക്കുന്ന ആള് LDFന്റെ കൺവീനർ EP ജയരാജനാണ്. അദ്ദേഹം പറയുന്നു BJPയുമായിട്ടാണ് മത്സരമെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് BJPക്ക് ആവശ്യമില്ല മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരെങ്കിലും പറയുന്നത് പോലെ അല്ലല്ലോ, അല്ലെങ്കിൽ മുൻപിരുന്ന ഏതെങ്കിലും പാർട്ടി നേതാക്കന്മാർ പറയുന്ന പോലെ LDFന്റെ കൺവീനർ LDFന്റെ നയമാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് BJPയുമായിട്ടുള്ള മത്സരം ഓൾ ഇന്ത്യ തലത്തിൽ BJPയുമായിട്ടാണ് മത്സരം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇവിടെ LDF കേരളത്തിൽ മാത്രമാണുള്ളത്, കേരളത്തിന് പുറത്ത് LDFും ഇല്ല, മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല, ഇന്ത്യ മുന്നണിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഇവിടെ സുരേന്ദ്രന്റെ മറുപടി ഒന്ന് ശ്രദ്ധിച്ച് സുരേന്ദ്രൻ പറയുന്നത് EP ജയരാജൻ പറഞ്ഞതിനോട് അദ്ദേഹത്തോട് നന്ദി പറയുന്നു, ഇനി മേലാൽ EP ജയരാജനെ ഞങ്ങൾ ആക്ഷേപിക്കില്ല എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം എന്താ? BJPക്ക് അവർ അർഹിക്കുന്നതിനേക്കാൾ വലിയ പ്രാധാന്യം കൊടുത്ത് EP ജയരാജൻ എന്ന് പറഞ്ഞാൽ LDFന്റെ കൺവീനറാണ്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരേ ഒരു കനൽ തരിക്കെതിരെ മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി പറയുന്നു EP ജയരാജൻ പറഞ്ഞത് വാസ്തവമാണ്, ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന്. എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് RSSും CPM-ഉം തമ്മിൽ ധാരണയുണ്ടായിരുന്നു എന്ന് RSSന്റെ നേതാവ്, ഓർഗനൈസറിന്റെ എഡിറ്റർ ബാലശങ്കർ പറഞ്ഞിട്ടുള്ള അഭിപ്രായം. നാളിതുവരെ CPM-ന്റെ നേതാക്കന്മാരത് തള്ളി പറഞ്ഞിട്ടില്ല. കേരളത്തിലെമ്പാടും CPM BJPയുമായിട്ട് അവിശുദ്ധ കൂട്ടുകെട്ടാണ്, ധാരണയാണ്, അതിലൊന്നും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPM-ന്റെ ഏതെങ്കിലും ഒരു പ്രതിനിധിക്ക് കോൺഗ്രസിന് അനുകൂലമായിട്ട് പറയാൻ പറ്റുമോ? കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെയല്ലേ പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് കള്ളം പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് തിരുത്തപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും വിഷ്വൽ എവിഡൻസ് വരെ ഉണ്ടായിട്ട് തിരുത്തിയില്ലല്ലോ. അപ്പോൾ അത് മറ്റൊരു വിഷയമാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും ഇവരെ ഒന്ന് തിരുത്തി നന്നാക്കലൊന്നും നമ്മുടെ ജോലിയുടെ ഭാഗമല്ല. EP ജയരാജൻ മലബാറിലെ ശുദ്ധ മനസ്കനാണെന്ന് BJPയുടെ പ്രതിനിധി നമ്മളോട് സംസാരിച്ചു. ശരിയാണ്, ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ BJPയുടെയും സംഘപരിവാറിന്റെ RSSന്റെ ഒരുപാട് ആളുകളെ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും കോൺഗ്രസിന്റെ ഉൾപ്പെടെ ഒരുപാട് ആളുകളെ കൊന്നുകളഞ്ഞ പാർട്ടിയുടെ ഒരു നേതാവ് ശുദ്ധ മനസ്കനാണ്. ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിന്റെ ശുദ്ധ മനസ്കത കൊണ്ട് BJPക്ക് മാത്രമാണ് ഇന്നൊരു ഗുണം കിട്ടിയത്. സംഘപരിവാർ കുടുംബത്തിന്റെ ഐശ്വര്യമായിട്ട് ഇന്ന് EP ജയരാജൻ മാറിയിരിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് നന്ദിയുണ്ടെന്ന് സുരേന്ദ്രൻ പറഞ്ഞത്. BJPയുടെ വളർച്ചയുടെ ബിസിനസ് മാഗ്നറ്റായിട്ട് കേരളത്തിൽ EP ജയരാജൻ മാറുന്നു. അദ്ദേഹം രാജിവെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും LDF കൺവീനർക്കെതിരെ CPI എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും LDF കൺവീനറുടെ നയത്തിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ അത് LDFന്റെ നയമല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. LDF കൺവീനർ EP ജയരാജൻ രാജിവെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഒരിക്കലും രാജിവെക്കരുത്. അദ്ദേഹം ഇനിയും ഒരുപാട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ തുടരണം എന്ന് തന്നെയാണ് അഭിപ്രായം. പിന്നെ കോൺഗ്രസിന് 19 സീറ്റ് നിലവിൽ കേരളത്തിലുണ്ട്. ഈ കോൺഗ്രസ് കേരളത്തിൽ ദുർബലമാണെന്ന് BJPയുടെ പ്രതിനിധി പറയുന്നത്. പകരം CPM-ഉമായിട്ടാണ് മത്സരം എന്ന് അവരും എൻഡോഴ്സ് ചെയ്യുന്നു. അതിന്റെ അർത്ഥം എന്താ? CPM-ഉം BJPയും തമ്മിലുള്ള ധാരണയുണ്ടെന്ന് ഞങ്ങൾ പറയുന്നതിനെ അറിഞ്ഞോ അറിയാതെയോ അവർ എൻഡോഴ്സ് ചെയ്യുന്നു. ഇനി LDFന്റെ CPM-ന്റെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പ്രതിപക്ഷ മുന്നണിയെ ഒരുമിച്ച് ചേർത്ത്
സമരത്തിന് നേതൃത്വം കൊടുത്തില്ല എന്ന്. പ്രതിപക്ഷത്തെ ഒരുമിച്ച് ചേർക്കുന്ന ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ അതിൻ്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ ക്ഷണിച്ചു. അദ്ദേഹം പങ്കെടുത്തില്ല. പങ്കെടുക്കാത്തതിന് കാരണം കേരളത്തിലെ കാരണഭൂതൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതിഷേധമായിരുന്നു. അവർ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പങ്കെടുത്തില്ല. കാരണം ഇവർക്ക് CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അടക്കം വണ്ടിക്കൂലി കിട്ടണമെങ്കിൽ ഇനി കേരളത്തിന് വരുമാന മാർഗ്ഗമുള്ളൂ, വേറൊരു വഴിയില്ല. അതുകൊണ്ട് പങ്കെടുത്തില്ല. ഇന്ന് ഭാരത് ജോഡോ യാത്രയുടെ ന്യായ് യാത്രയുടെ സമാപനം നടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവർ പങ്കെടുക്കാത്തത്? ഇപ്പോൾ BJP-യുടെ പ്രതിനിധി പറഞ്ഞില്ലേ, മഹാരാഷ്ട്രയിൽ ആളൊന്നുമില്ല, ആളും അർത്ഥമില്ലാതെ നടന്നതെന്ന്. നിങ്ങൾ ഇതിൻ്റെ വിഷ്വൽ ഒന്നും കാണാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം കാണുന്നതുകൊണ്ട്, സെലക്റ്റീവ് ആയതുകൊണ്ടാണ്. ഇന്ന് അവിടെ ആയിരക്കണക്കിന് മനുഷ്യരാണ് ഇതെർക്കുന്ന, വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കന്മാരാണ് ഇതെർക്കുന്ന വലിയൊരു സമാപന സമ്മേളനമാണ് നടക്കുന്നത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള ചൂണ്ടുപലകയായിട്ട് ചരിത്രത്തിൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇനി ഹർഷ പറഞ്ഞൊരു കാര്യമുണ്ട്, CAA വിഷയത്തിൽ പാർലമെന്റിൽ സംസാരിച്ചില്ലെന്ന്. CAA വിഷയത്തിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിച്ചു. അതുമാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള ശശി തരൂർ MP-യാണ് പ്രസംഗം തുടങ്ങിയത്, ചർച്ച തുടങ്ങിയത്. നിരവധി UDF-ന്റെ MP-മാർ, കോൺഗ്രസിന്റെ MP-മാർ നിരവധി വട്ടം പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ച് സംസാരിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് പ്രാവശ്യം കോൺഗ്രസിന്റെ MP-മാർ പാർലമെന്റിനകത്ത് നരേന്ദ്രമോദിയോട് എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. എത്രയോ വട്ടം കോൺഗ്രസിന്റെ MP-മാർ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള MP-മാർ മുഴുവൻ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന ആർഗ്യുമെന്റിനോട് യോജിക്കാൻ കഴിയില്ല. ഇത് കേരളത്തിന് മുമ്പിൽ വിഷ്വൽസ് ഉണ്ടല്ലോ, അവർ കാണട്ടെ, ആളുകൾ തീരുമാനിക്കട്ടെ. പിന്നെ CAA സമരത്തെക്കുറിച്ചിട്ട് രാഹുൽ ഗാന്ധി പങ്കെടുത്തോ എന്ന് താങ്കൾ ചോദിച്ചു. ഇന്ത്യയിലെമ്പാടും CAA സമരം നടന്നപ്പോൾ അവിടെ മുഴുവൻ BJP എതിർക്കുന്ന, രാഷ്ട്രീയമായിട്ട് എതിർക്കുന്ന ആളുകൾ മുഴുവൻ സമരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് അതിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, കേരളത്തിൽ 19 MP-മാരുടെ നേതൃത്വത്തിൽ 20-25 കിലോമീറ്റർ പദയാത്രകൾ നടന്നു വരുന്നത്. ഈ CAA സമരത്തെക്കുറിച്ച് പറയാൻ CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാവിന് കേരളത്തിൽ അർഹതയുണ്ടോ? CAA സമരകാലത്ത് കേരളത്തിൽ എടുത്തിട്ടുള്ള കേസുകളിൽ എത്ര കേസ് പിൻവലിച്ചു? 835 കേസിൽ 63 കേസുകളാണ് പിൻവലിക്കുന്നത്. ബാക്കി കേസുകളൊക്കെ നിലനിൽക്കുന്നു. അതിൽ ഗുരുതര സ്വഭാവമില്ലാത്ത കേസുകൾ ഇനി പിൻവലിക്കുമെന്നാണ് പറയുന്നത്. ഇതോടൊപ്പം തന്നെ ഇവർ തൊട്ടടുത്തുള്ള സംസ്ഥാനം തമിഴ്നാട്ടിലെ കേസുകളെല്ലാം പിൻവലിക്കുന്നു. ഇവിടെ കേസുകൾ പിൻവലിക്കാതെ ഇവർ കാത്തു നിൽക്കുന്നു. ഇവർക്ക് അതിൽ കൃത്യമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, സംഘപരിവാർ താല്പര്യങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസം പോലും CAA-യുടെ ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷം കേരളത്തിലെമ്പാടും സമരം നടന്നു. ഈ കോഴിക്കോട് നഗരത്തിൽ ഫ്രട്ടേണിറ്റിയുടെ പ്രവർത്തകർ സമരം നടത്തുന്ന, അവർ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ പ്രാസംഗികന്റെ പുറകിൽ നിന്ന് തല്ലുന്നാരാ? സംഘപരിവാറിന്റെ പോലീസാ. കേരളത്തിലെ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന അതിന്റെ കീഴിലുള്ള സംഘപരിവാർ പോലീസാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ പുറകിൽ നിന്ന് തല്ലുന്നത്. കേരളത്തിലെമ്പാടും ഈ ദിവസങ്ങളെടുത്ത കേസ് നോക്കിയേ, കലാപാഹവനത്തിനാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ CAA നിയമത്തിനെതിരെ പ്രസംഗിക്കുന്നത് എങ്ങനെയാണ് കലാപാഹവനമാകുന്നത്? CPM-ന്റെ പ്രതിനിധി പറയണ്ടേ? CAA നിയമത്തിനെതിരാണ് നമ്മളെല്ലാവരും എന്ന് പറയുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്ന ആളുകൾക്ക് കലാപാഹവനത്തിന് കേസെടുക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി കോൺഗ്രസിന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാൻ വരണ്ട. കോൺഗ്രസിന് ഈ കാര്യത്തിൽ കൃത്യമായിട്ട് പ്രഖ്യാപിത നിലപാടുണ്ട്. അത് പാർലമെന്റിനകത്തും പുറത്തും സമരവേദികളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളെ ഞങ്ങൾ തിരുത്താൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളെ തിരുത്തൽ ഞങ്ങളുടെ പണിയുമല്ല. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഈ വിഷയങ്ങൾ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈരാറ്റുപേട്ടയിലെ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നമ്മൾ കണ്ടില്ലേ? കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം, മാധ്യമങ്ങളെല്ലാം ഒരു പരിധിക്കപ്പുറം അതിന് പോകാതെ, അത് പുകഞ്ഞു നീറാതെ അത് കെട്ടടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തികച്ചും സ്വകാര്യമായിട്ട് മാധ്യമങ്ങൾക്ക് പോലും പ്രവേശനമില്ലാത്ത ഒരു വേദിയിൽ സംസാരിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് പുറത്തു വരുന്നത്? കൃത്യമായിട്ടുള്ള സംഘപരിവാർ താല്പര്യത്തോടു കൂടി ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന BJP-യുടെ നയങ്ങൾ തന്നെയാണ് പിണറായി വിജയൻ